സംസ്ഥാനത്ത് വീണ്ടും ജീവനെടുത്ത് കാട്ടാനക്കലി. ഇടുക്കി മുള്ളരിങ്ങാട് സ്വദേശിയായ യുവാവിന് കാട്ടാനാക്രമണത്തിൽ ദാരുണാന്ത്യം. 23-കാരനായ അമർ ഇബ്രാഹിമാണ് മരിച്ചത്. പശുവിനെ അഴിക്കാൻ പോയപ്പോഴാണ് ആക്രമണമുണ്ടായത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അമറിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. യുവാവ് മരിച്ചതിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് റിപ്പോർട്ട് തേടിയതായി മന്ത്രി എ.കെ. ശശീന്ദ്രൻ പറഞ്ഞു. ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചോ എന്ന കാര്യം പരിശോധിക്കുമെന്നും വീഴ്ച ഉണ്ടായെങ്കിൽ നടപടിയെടുക്കുമെന്നും അമറിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും വനമന്ത്രി പറഞ്ഞു. ഇത് സംബന്ധിച്ച് ഉന്നതതല പരിശോധന നടത്തി റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇതെങ്ങനെയാണ് ഉണ്ടായത്, സംഭവം എവിടെയാണ് ഉണ്ടായത്, എങ്ങനെയാണ് ഉണ്ടായത്, വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നുള്ള വീഴ്ച കൊണ്ടാണോ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കേണ്ടത്. തൊടുപുഴ ജില്ലാ ആശുപത്രിക്ക് മുന്നിൽ LDF UDF വാക്കേറ്റമാണ്. തൊടുപുഴ MLA എവിടെ പോയെന്ന് LDF ചോദിച്ചു. മണപ്പുറം പഞ്ചായത്തിൽ നാളെ UDF ഹർത്താൽ ആഹ്വാനം ചെയ്തു. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. അർജുൻ മട്ടന്നൂരുണ്ട് വിശദാംശങ്ങളുമായി. അർജുൻ, വീണ്ടും കാട്ടാനക്കലിയിൽ ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ്. ഈ അമീറിന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയോ? എന്താണ് സാഹചര്യം? നിലവിലെ പ്രതിഷേധം എത്തരത്തിലാണ്? അറിയ ഇപ്പോൾ സബ് കളക്ടർ എത്തി ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടത്തും എന്നാണ് ജില്ലാ കളക്ടർ അറിയിച്ചിരിക്കുന്നത്. അതായത് ഈ കാട്ടാനാക്രമണത്തിൽ ഇന്ന് വൈകിട്ട് 3 മണിയോടെയാണ്, ഏതാണ്ട് 3:30യോടെയാണ് അമർ ഇലാഹി എന്ന് പറയുന്ന 22-കാരൻ മരിക്കുന്നത്. വീടിന് തൊട്ടടുത്ത് വെച്ചാണ് ഈ സംഭവം ഉണ്ടായത്. മുള്ളരിങ്ങാടുള്ള വീടിനോട് ചേർന്ന് ഏതാണ്ട് 300 മീറ്റർ അകലെ ഇത്തരത്തിൽ തേക്കിൻകാടുള്ള ഭാഗത്ത് അവിടെ പശുവിനെ കെട്ടിയിരുന്നു. ആ പശുവിനെ അവിടെ നിന്നും അഴിച്ചു കൊണ്ടുവരാൻ പോയപ്പോഴാണ് കാട്ടാനാക്രമണം ഉണ്ടായത്. ഒപ്പമുണ്ടായിരുന്ന മൻസൂർ എന്ന് പറയുന്ന യുവാവ് ഓടി രക്ഷപ്പെട്ടു. മൻസൂറാണ് മറ്റുള്ളവരെ വിവരം അറിയിക്കുന്നത്. തുടർന്ന് എത്തിയപ്പോഴേക്കും ഗുരുതരമായി തന്നെ അമറിന് പരിക്കേറ്റിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തുടർന്നാണ് ഇത്തരത്തിലുള്ള പ്രതിഷേധം, വലിയ തോതിലുള്ള പ്രതിഷേധം ആശുപത്രിക്ക് മുമ്പിൽ ഉണ്ടായത്. കോൺഗ്രസ് പ്രവർത്തകർ, യൂത്ത് ലീഗ് പ്രവർത്തകർ, അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് പ്രവർത്തകരൊക്കെ തന്നെ എത്തി വലിയ പ്രതിഷേധം നടത്തി. അതിന് പിന്നാലെ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് വനം വകുപ്പ്. 10 ലക്ഷം രൂപ ഈ യുവാവിൻ്റെ കുടുംബത്തിന് ധനസഹായമായി നൽകും എന്ന് വനമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനോട് റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിൽ തുടർച്ചയായി ഈ മേഖലയിൽ കാട്ടാനാക്രമണം നടക്കുകയാണ്. നേര്യമംഗലം വനമേഖലയോട് ചേർന്നുള്ള ഭാഗമാണ്. ഈ ഭാഗത്ത് കഴിഞ്ഞ 4 വർഷമായി കാട്ടാനശല്യം രൂക്ഷമാണ് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും അതിനു മുൻപ് ഇത്തരത്തിൽ കാട്ടാന ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ 3-4 വർഷമായി ആനകൾ കൂട്ടത്തോടെ ഈ മേഖലയിലേക്ക് ഇറങ്ങാറുണ്ട്. പലപ്പോഴും ആനകളെ തുരത്തി ഓടിക്കാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കും മറ്റും കഴിയാറുമില്ല. തുരത്തി ഓടിച്ചാൽ തന്നെ വീണ്ടും ആനകൾ വരുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ മേഖലയിൽ ഇത്തരം ഒരു മനുഷ്യർക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത് ഇതാദ്യമായിട്ടാണ്. എന്തായാലും ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ ഇടപെട്ട് പോസ്റ്റ്മോർട്ടം ഇന്ന് തന്നെ നടത്തും എന്ന് അറിയിച്ചിരിക്കുന്നത്. നാളെ വണ്ണപ്പുറം പഞ്ചായത്തിൽ UDF LDF NDA ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അല്പസമയത്തിന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടിയിലേക്ക് കടക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൂപ്രണ്ടുമായും ഈ കുടുംബാംഗങ്ങളുമായും മറ്റ് രാഷ്ട്രീയ പ്രതിനിധികളുമായും ഇപ്പോൾ സബ് കളക്ടർ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വലിയ തോതിൽ പ്രതിഷേധം നേരത്തെ ഉണ്ടായിരുന്നു. നേരത്തെ ഈ ഇത്തരത്തിൽ LDF UDF പ്രവർത്തകരൊക്കെ തന്നെ വലിയ പ്രതിഷേധവും വക്കേറ്റവും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്താണ് ഈ മേഖലയിൽ സ്ഥിരമായി ഇത്തരത്തിൽ കാട്ടാന ശല്യമുള്ള പ്രദേശമാണോ ഇത്? തീർച്ചയായിട്ടും കുറേ കാലമായി കാട്ടാന ശല്യം വ്യാപകമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് മുള്ളരിങ്ങാട് പ്രദേശങ്ങൾ. ആ പ്രദേശങ്ങളിൽ അടിയന്തരമായി ഈ വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമെന്ന് ജനങ്ങളും ഇടതുപക്ഷം ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ കക്ഷികളും വളരെ നേരത്തെ തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ചില ഉദ്യോഗസ്ഥരുടെ അനാവശ്യമായ പിടിവാശിയാണ് ഈ മരണത്തിലേക്കും ദുരന്തത്തിലേക്കും എല്ലാം ചെന്നെത്തിക്കുന്നത്. എന്നാൽ അതിനെ രാഷ്ട്രീയ ലാഭത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുതലെടുക്കാനുള്ള ചില ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അടിയന്തരമായി അവിടെ ഈ ആനകൾ കടന്നു വരാതിരിക്കാനുള്ള സംവിധാനം തൊട്ടപ്പുറത്ത് മണ്ഡലത്തിൽ ഉൾപ്പെടെ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. MLA അടിയന്തരമായി ഇടപെട്ട് MLA ഫണ്ട് ഉപയോഗിച്ച് അല്ലെങ്കിൽ MP ഫണ്ട് ഉപയോഗിച്ച് മറ്റ് സംവിധാനം ഉപയോഗിച്ച് ഈ ആനകളെയും കൂടെ കടന്നു വരാതിരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് അടിയന്തരമായി അവിടെ നടപ്പിലാക്കേണ്ടത്. എങ്കിൽ മാത്രമേ ഈ ദുരന്തത്തിന് പരിഹാരം ഉണ്ടാവുകയുള്ളൂ.
ആര്യ, അങ്ങനെയാണ് ഈ മേഖലയിൽ ഫെൻസിങ് കാര്യക്ഷമമായി നടന്നിട്ടില്ല എന്നൊരു ആക്ഷേപം നാട്ടുകാർക്കുണ്ട്. ഇത്തരത്തിൽ ഫെൻസിങ് അടക്കം കൃത്യമായി നിർമ്മിക്കണം എന്ന ആവശ്യം ഏറെക്കാലമായി ഇവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ കൃത്യമായ ഒരു ഫെൻസിങ് സംവിധാനമില്ല. അത്തരത്തിൽ ഒരു പ്രശ്നം ഈ ഭാഗത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിഷേധമാണ് നേരത്തെ ഉണ്ടായത്. എന്തായാലും സബ് കളക്ടർ എത്തി ഇപ്പോൾ ചർച്ച നടത്തുകയാണ്. അതിനുശേഷം സബ് കളക്ടർ തീരുമാനങ്ങൾ അറിയിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ധനസഹായം നൽകാൻ എന്തായാലും വനംവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. വനമന്ത്രി അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെയും പ്രതിഷേധം തുടരും. നാളെ വണ്ണപ്പുറം പഞ്ചായത്തിൽ 3 മുന്നണികളും ഹർത്താലിന് ആഹ്വാനവും ചെയ്തിട്ടുണ്ട്. ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം നടപടികളിലേക്കും കടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ആര്യ.